അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 4ാം ക്ലാസ് തദ്രീബു തിലാവയിലെ അൽ വഹദത്തു സാലിസ് മൂന്നാമത്തെ പാഠം. ഇതിൽ നമുക്ക് ഒന്നാമതായി വരുന്നത് എന്താണ്? നമുക്ക് നോക്കി ഓതാനുള്ള സൂറത്തും കാണാതെ പഠിക്കാനുള്ള ആയത്തുകളും ഒരു മാസത്തിൽ നമുക്ക് എത്ര ക്ലാസ് ഉണ്ടാവും എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിൽ നമുക്ക് സൂറത്തുൽ നംലും സൂറത്തുൽ ഖസസും അത് പാരായണമൊക്കെ അവിടെ ബാർകോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് തെറ്റില്ലാതെ ഓതി പഠിക്കാനൊക്കെ സഹായിക്കും. പിന്നെ നമുക്ക് ഈ പാഠഭാഗത്തിൽ ഖുർആൻ ഓതുന്നതിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട തജ്വീദ് നിയമമാണ് ഹുറൂഫുൽ കൽക്കല. മുഴക്കത്തോടെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് മുഴക്കം. ക്, ത്, ബ്, ജ്, ദ് അങ്ങനെ ഒരു മുഴക്കം. അത് സുക്കൂനുള്ള അക്ഷരമായിട്ട് വരുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഹർക്കത്ത് പോലെ തന്നെ സുക്കൂനും വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കണം. അതാണ് ഇവിടെ ശ്രദ്ധിക്കണം. അപ്പം അതിൻ്റെ അക്ഷരങ്ങൾ ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. നമുക്ക് മറന്നു പോവാതിരിക്കാൻ കുത്തുബ് ജദ് എന്ന് ഈ അക്ഷരങ്ങൾ 5 അക്ഷരങ്ങളാണ് കൽക്കലയുടേത്. കൂട്ടി പറഞ്ഞു പഠിക്കാം. കുത്തുബ് ജദ്. അപ്പം ആ അക്ഷരങ്ങൾ കൽക്കലയുടെ അക്ഷരങ്ങൾ 5 എണ്ണം. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഈ അക്ഷരങ്ങൾക്കാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ ഹർക്കത്ത് പോലെ തന്നെ സുക്കൂനായി വരുമ്പോഴും എന്താണ് വ്യക്തമാക്കി ഉച്ചരിക്കണം. അക്ക്, അത്ത്, അബ്, അജ്, അദ് അങ്ങനെ ഉച്ചരിക്കണം. ഇനി നമുക്കവിടെ താഴെ ഖാഫും ത്വാഉം ജീമും വന്ന് നമ്മൾ കൽക്കലയോട് കൂടിയിട്ട് ഓതുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്തു നിന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ്. അപ്പം അത് നിങ്ങൾക്ക് പറഞ്ഞ സൂറത്തുൽ നംലും ഖസസും ഉണ്ട്. ആ പാഠഭാഗത്തിൽ നോക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ടെത്തുക. ഖാഫ് വന്നത് നമ്മൾ സൂറത്തുൽ നംലിൽ നിന്നും സൂറത്തുൽ ഖസസിൽ നിന്നൊക്കെ നോക്കിയ ഉദാഹരണങ്ങൾ. ആദ്യം ഇവിടെ ഖാഫിൻ്റെതാണ്. അവിടെ യഖ്ലി എന്നതിൽ ക്ക് അല്ലേ വന്നത് മനസ്സിലാക്കാം. അടുത്തതാ അവിടെ അസ്വദഖ്ത ക്ക് വന്നു അവിടെ ഖാഫ് തന്നെ. അപ്പൊ ഖാഫിന്റെ 2 ഉദാഹരണങ്ങൾ മനസ്സിലാക്കാം. അടുത്തത് ത്വാ വന്നതാണ്. അവിടെ വിമാലം തുഹിത്ത് ബിഹി എന്ന ത് വന്നത് മനസ്സിലാക്കാം. അതുപോലെ ഒരു ത്വാഇന്റെയും കൂടെ കണ്ടെത്താം. റബത്നാത്ത് അല്ലേ സുക്കൂനുള്ള ത്വാ വന്നത് അതും നമുക്കവിടെ മനസ്സിലാക്കാം. ഇനി ജീമിന്റെ ഉദാഹരണം. ജീമിൻ്റെത് വന്നത് നോക്കാം. വയജാലുക്കും സുക്കൂനുള്ള ജീമ് വന്നു. അടുത്തത് അതുപോലെ ജീമ് വന്നത്. തഹ്റുജ് എന്ന് സുക്കൂനുള്ള ജീമ് വന്നത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഉദാഹരണങ്ങൾ വീതം എഴുതാനായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സൂറത്തുൽ നംലിൽ നിന്നും ഖസസിൽ നിന്നും കണ്ടെത്തിയത് നിങ്ങൾ ആയത്ത് നമ്പറൊക്കെ നോക്കിയിട്ട് ഏതിലാണ് എന്നൊക്കെ കണ്ടെത്തിയിട്ട് മനസ്സിലാക്കാം. നമുക്ക് അടുത്തത് പിന്നെന്താ വന്നത്? ഇനി നമുക്കിവിടെ പദങ്ങൾ എഴുതി പരിശീലിക്കാനാണ്. അത് വന്നത് അതുപോലെ അത് പകർത്തി എഴുതുക. അതിൽ വന്ന കൽക്കലയുടെ അക്ഷരം ഫസ്റ്റത്തേല് ബ സുക്കൂനോട് കൂടി മുബ്സിറ എന്ന്. നെക്സ്റ്റ് ലഖദ് കൊയ്തിന് അവിടെ സുക്കൂനുള്ള ദാല് വന്നിട്ടുണ്ട്. അടുത്ത മുജ്രിമീൻ ജീം അല്ലേ ഖാഫ് വന്നിട്ടുണ്ട് അവിടെ. അടുത്തത് ബത്ന അവിടെ ത്വാ വന്നിട്ടുണ്ട്. അപ്പൊ 5 അക്ഷരങ്ങളാണ് കൽക്കലയുടെ അക്ഷരങ്ങൾ. അത് സുക്കൂനോട് കൂടി വരുമ്പോൾ നന്നായിട്ട് വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കണം. മുഴക്കം വേണം. ഒരു മുഴക്കത്തോടെയാണ് നമ്മളത് ഉച്ചരിക്കേണ്ടത്. ഇനി ഖുർആനിൽ നിന്ന് കണ്ടെത്താനാണ്. നമുക്ക് സൂറത്തുൽ നംലും ഖസസും ഇവിടെ വന്ന ഈ വേർഡ്സുകൾ, അതായത് ഖുർആനിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടെത്തണം നമ്മൾ. അപ്പോൾ അത് എല്ലാവരും നോക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തേൽ സുക്കൂനോട് കൂടി ദാല് വന്ന്, രണ്ടാമത്തേൽ സുക്കൂനോടിട്ട് ഖാഫ് വന്നു, മൂന്നാമത്തേൽ ജീമ് വന്നു. മനസ്സിലായില്ല? ഇനി അവസാനം ബ വന്നു. യബത്തിഷ് എന്ന്. അപ്പോൾ ഇതൊക്കെ ഖുർആനിൽ നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഇത്രയാണ് ഇവിടെ വന്നത്. ഇനി നമുക്കിതിൻ്റെ അവസാനത്തിൽ ഒരു ദുആ പഠിക്കാനുണ്ട്. എന്തായാലും നിർബന്ധമായിട്ട് എല്ലാ പാഠത്തിലെയും ദുആ എല്ലാവരും കാണാതെ പഠിക്കണം. റബ്ബനക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ.
ഇന്നാ മുഅ്മിനൂൻ. അത് മനസ്സിലാക്കി പഠിക്കുക. അർത്ഥമൊന്നും പഠിക്കണ്ട, അത് വിട്ട ഭാഗം പൂരിപ്പിക്കാനും ഒക്കെ വരും. നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നല്ലതാണ്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ അവസാനത്തിൽ നമുക്കവിടെ മാസാന്ത മൂല്യം, അത് ഉസ്താദുമാർക്കുള്ളതാണ്. നമ്മൾ ആ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കവിടെ അതിൻ്റെ മാർക്കൊക്കെ രേഖപ്പെടുത്തലാണ്. അപ്പം എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് എക്സാമിന് ഇതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക? കൽക്കലയുടെ അക്ഷരങ്ങൾ എത്ര? 5. ഏതൊക്കെ? ഖാഫ്, താ, ബാ, ജീമ്, ദാല്. ഇതാണ്. അപ്പോൾ ഒരു സൂറത്തോ ഏതെങ്കിലും ഒരു ആയത്തോ തരും. അതിൽ കൽക്കലയിലെ അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യാനോ അടിവരയിടാനോ അതിൽ നിന്ന് അക്ഷരങ്ങൾ വേർതിരിക്കാനോ ഒക്കെ വരാം. അതൊക്കെയാണ് നിങ്ങൾ ഈ പാഠഭാഗത്തിൻ്റെ കൂടെ മനസ്സിലാക്കി പഠിക്കേണ്ടത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.